എല്ലാവർക്കും ഈഗിൾ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരു പോർട്ടബിൾ എക്സ്റ്റൻഷൻ ബോക്സ് ആണ്. ഈ എക്സ്റ്റൻഷൻ ബോക്സ് നിർമ്മിക്കാനായി നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. ആദ്യമായി വേണ്ടത് നമുക്കൊരു ഗ്യാങ് ബോക്സ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 4 സ്വിച്ചും 4 സോക്കറ്റും ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഗ്യാങ് ബോക്സ് ആണ് വേണ്ടത്. നാല് സ്വിച്ചുകൾ, 4 സോക്കറ്റുകളാണ് വേണ്ടത്. ഇതിൽ 3 എണ്ണം മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഒരെണ്ണം എൻ്റെ കയ്യിൽ ഇരുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അടുത്തതായി ഒരു ടെസ്റ്ററാണ് വേണ്ടത്. അത് കഴിഞ്ഞ് ഒരു ഫ്ലാറ്റിൻ്റെയും ഒരു സ്റ്റാറിൻ്റെയും സ്ക്രൂ ഡ്രൈവർ ആവശ്യമുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് വയറാണ് വേണ്ടത്. നമുക്ക് എത്ര മീറ്റർ വേണമെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യാനുസരണം എടുക്കേണ്ടതാണ്. ഇവിടെ ഞാൻ എടുക്കുന്നത് എൻ്റെ കയ്യിലിരുന്ന പഴയ എക്സ്റ്റൻഷൻ ബോക്സിൻ്റെ വയറാണ്. ഇതൊരു ഏകദേശം 7 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കുന്ന വയറാണ്. ഇത് സ്വിച്ചിൽ നിന്ന് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഒരു ഏകദേശം 10 സെൻറ്റിമീറ്റർ നീളം വരുന്ന വയറാണ്. ഇത് വയർ സ്ട്രിപ്പർ. ഇനി നമുക്ക് ഈ ഗ്യാങ് ബോക്സിൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ ഒന്ന് ഊരിയെടുക്കാം. എന്നാലേ നമുക്ക് സ്വിച്ചുകളും സോക്കറ്റുകളും ഇതിലേക്ക് ഘടിപ്പിക്കാൻ പറ്റൂ. എൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇളക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് സ്വിച്ചുകളും സോക്കറ്റുകളും ഘടിപ്പിക്കാം. സ്വിച്ച് ഘടിപ്പിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് അതിൻ്റെ ബ്രാൻഡ് നെയിം മുകളിൽ വരാനായിട്ട് വേണം നോക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഓഫായ രീതിയിലായിരിക്കും കിടക്കുന്നത്. സമയം കുറയ്ക്കാനായി ഞാനൊന്ന് 4x സ്പീഡിലേക്ക് മാറ്റുകയാണ്. സ്വിച്ചുകളും സോക്കറ്റുകളും നമ്മൾ ജസ്റ്റ് കൈ വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനി നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാം. നമ്മൾ സ്വിച്ചുകളും സോക്കറ്റുകളും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ വയറിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ഈ സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ടാണ് ഇതിൽ വയർ ചെയ്യുന്നത്. ഇതിൽ ഗ്രീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എർത്തും റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫേസ്, ബ്ലാക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ന്യൂട്രൽ. ഈ കളർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വയറിനെയാണ്. ഇനി നമുക്ക് വയറിങ്ങിലേക്ക് കിടക്കാം. റെഡ് വയർ കണക്ട് ചെയ്യുന്നത് സ്വിച്ചുകളുടെ താഴത്തെ ടെർമിനലിലേക്കാണ്. അപ്പം ഒരു സ്വിച്ചിൽ നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ ചെയ്തിട്ട് ബാക്കിയെല്ലാം ലൂപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ലൂപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് നമ്മൾ 10 സെൻറ്റിമീറ്റർ വയറുകൾ എടുത്ത് വെച്ചേക്കുന്നത്.
നമ്മൾ ഫേസ് ലൈൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ന്യൂട്രൽ ലൈൻ കൊടുക്കാം. ന്യൂട്രൽ ലൈൻ കൊടുക്കാൻ നേരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ഫേസ് സോക്കറ്റ് ഇരിക്കാൻ നേരം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ന്യൂട്രൽ വരേണ്ടത്. അപ്പോൾ നമ്മൾ ന്യൂട്രൽ ലൈൻ കൊടുക്കാൻ നേരം സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരത്തക്ക രീതിയിൽ വേണം കൊടുക്കാൻ. നമ്മൾ ഇങ്ങനെ വെച്ച് ഫിറ്റ് ചെയ്യാൻ നേരം നമ്മൾ റൈറ്റ് സൈഡിൽ വേണം ന്യൂട്രൽ ലൈൻ കൊടുക്കാൻ. ഇതിലിപ്പം ഒരു സോക്കറ്റിൽ മാത്രമാണ് ന്യൂട്രൽ ഡയറക്റ്റ് വരുന്നത്. ബാക്കി ഏകദേശം 10 സെൻറ്റിമീറ്റർ വരുന്ന വയർ ഉപയോഗിച്ച് ലൂപ്പ് ചെയ്ത് ബാക്കിയുള്ള സോക്കറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് എർത്താണ്. എർത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സോക്കറ്റിലാണ് ഡയറക്റ്റ് വരുന്നത്. ബാക്കി ഏകദേശം 10 സെൻറ്റിമീറ്റർ വരുന്ന വയറുകൾ ഉപയോഗിച്ച് നമ്മൾ ലൂപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ സ്വിച്ചിൽ നിന്നും സോക്കറ്റിലേക്ക് ഫേസ് ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഏകദേശം 7 സെൻറ്റിമീറ്റർ വരുന്ന വയറാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ വയറിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ ഓരോ സോക്കറ്റും ടെസ്റ്റ് ചെയ്യാം. ഞാൻ ചെയ്യുന്ന ഒരു മെറ്റൽ ഡെസ്കിൻ്റെ മുകളിലായതിനാൽ നമുക്ക് PVCയുടെ ബോക്സിൽ വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് പ്ലഗ് പോയിൻ്റായിട്ട് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ടെസ്റ്റർ ഉപയോഗിച്ച്
ഓരോ സോക്കറ്റും ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ കറണ്ട് വരുന്നില്ല. സ്വിച്ച് ഓൺ ആകുമ്പോൾ ലൈൻ വരുന്നുണ്ട്. അടുത്ത സോക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത സോക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് സോക്കറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അൺപ്ലഗ് ചെയ്തതിന് ശേഷം സ്ക്രൂ ഉപയോഗിച്ച് ഈ ഗ്യാങ് ബോക്സിനെ ഫിറ്റ് ചെയ്യാം. നമ്മുടെ ഗ്യാങ് ബോക്സ് റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക.